പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 9 വ്യാഴം. 2 ശമൂവേൽ 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. മനുഷ്യൻ്റെ വാഗ്ദാനങ്ങൾക്ക് കാലപരിധിയുണ്ട്. ഇന്ന് പൂക്കുന്ന പല പ്രതീക്ഷകളും നാളെ വാടിപ്പോകാം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല. അവ കാലത്തെയും സാഹചര്യങ്ങളെയും മറികടന്ന് നിലനിൽക്കും. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം അതിൻ്റെ ജീവനുള്ള തെളിവാണ്. ദാവീദ് ദൈവത്തിനായി ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞത് അത്ഭുതകരമായ ഒരു സത്യമായിരുന്നു. നീ എനിക്ക് വേണ്ടി ഒരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ഭവനം പണിയും. ദാവീദ് നൽകാൻ ആഗ്രഹിച്ചതിനേക്കാൾ മഹത്തായ അനുഗ്രഹമാണ് ദൈവം അവന് നൽകിയത്. ദൈവം അങ്ങനെയാണ്. നാം അവന് കൊടുക്കുന്ന ചെറിയ സ്നേഹത്തെ അവൻ നിത്യമായ അനുഗ്രഹമാക്കി മാറ്റും. നാം വിതയ്ക്കുന്ന ഒരു കണ്ണുനീർ തുള്ളിയെ പോലും അവൻ അനുഗ്രഹങ്ങളുടെ സമുദ്രമാക്കി മാറ്റും. നിന്റെ കുടുംബവും നിന്റെ രാജ്യവും എന്നേക്കും സ്ഥിരമായിരിക്കും എന്ന വാഗ്ദാനം ദാവീദിന്റെ ജീവിതത്തെ മാത്രമല്ല, ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചു. നമുക്കറിയാം, ആ വാഗ്ദാനം ഒടുവിൽ പൂർത്തിയായത് ലോകത്തിൻ്റെ നിത്യരാജാവായ യേശുക്രിസ്തുവിലൂടെയല്ലേ. മനുഷ്യരാജ്യങ്ങൾ ഉയരും, അത് വീഴും. എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ എല്ലാം തകർന്നു പോകുന്നത് പോലെ തോന്നിയേക്കാം. സ്വപ്നങ്ങൾ മങ്ങിപ്പോയേക്കാം, ബന്ധം അകലാം. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും തകരുന്നില്ല. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ലല്ലോ. ദാവീദ് കേട്ട വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത അവൻ്റെ ജീവിതകാലത്ത് കണ്ടില്ല. എന്നാൽ ദൈവം അത് മറന്നില്ല. തലമുറകൾ കടന്നു പോയിട്ടും അവൻ നിന്റെ വാക്ക് നിറവേറ്റി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉടൻ മറുപടി ലഭിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അവ പ്രത്യാശയുടെ വൃക്ഷമായി നമ്മുടെ മുമ്പിൽ നിലകൊള്ളും. അതുകൊണ്ട് പ്രത്യാശ കൈവിടരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ദൈവം പറഞ്ഞ ഓരോ വാക്കും അവൻ നിറവേറ്റും. കാരണം അവൻ്റെ വാക്ക് ശൂന്യമാകില്ല. ഇന്ന് നമ്മുടെ ഹൃദയത്തിലും ദൈവം ഒരു നിത്യസിംഹാസനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അധികാരത്തിൻ്റെ സിംഹാസനമല്ല അത്, സ്നേഹത്തിൻ്റെ സിംഹാസനം. ഭയത്തിൻ്റെ രാജ്യമല്ല അത്, സമാധാനത്തിൻ്റെ രാജ്യം. പാപത്തിൻ്റെ ഇരുട്ടല്ല, കൃപയുടെ പ്രകാശമത്രേ. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ ക്രിസ്തുവിന് തുറന്നു കൊടുക്കാം. അപ്പോൾ തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ രാജ്യം ഉദിക്കും. കണ്ണുനീരൻ സന്തോഷത്തിൻ്റെ ഗാനം വിരിയും. നിമിഷങ്ങളുടെ ജീവിതം നിത്യതയുടെ സ്പർശം അനുഭവിക്കും. അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ പറയാം, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് ഞാൻ പ്രത്യാശ കൈവിടുന്നില്ല. ദൈവത്തിൻ്റെ രാജ്യം നിത്യമാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസവും ഉറച്ചു നിൽക്കും. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രത്യാശ പുതുക്കണമേ. ഞങ്ങളിൽ ക്ഷമയും വിശ്വാസവും നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ നിത്യരാജ്യം സ്ഥാപിച്ച് അങ്ങയുടെ വിശ്വസ്ത സാക്ഷികളായി ഞങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.